മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മർത്തോമ ഇടവക സേവിക സംഘാംഗങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ലഘു ചിത്രീകരണം അതിജീവനത്തിൻ്റെ അത്ഭുത വഴികൾ. രചന സംവിധാനം ശ്രീമതി പ്രതിഭ മേരി ഇട്ടിയേപ്പ്. ഉറങ്ങിയോ? ഒരുവിധം ഉറക്കി. കുഞ്ഞേ, നീ കൂടെ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഭയമാണ്. ഭയപ്പെടാതെ, യഹോവ കൈവിടില്ല. അകത്ത് കൊണ്ടുപോയി കിടത്തു. ഉണർന്ന് കരയാതെ ശ്രദ്ധിക്കണം. 3 മാസം ആരും അറിഞ്ഞില്ലല്ലോ. ദൈവം എന്തെങ്കിലും വഴി കാണിക്കും. അതെ, അതാണ് ആശ്വാസം. പക്ഷേ ഫറവോനും മിസ്രൈമ്യരും അത്ര നിസ്സാരക്കാരല്ല. യഹോവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശക്തന്മാർ പലരും ഉണ്ടെങ്കിലും സർവശക്തൻ യഹോവ മാത്രം. ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കരുതേ. അമ്മ അധീരയായിക്കൂടാ. നമ്മുടെ പ്രാർത്ഥന വൃഥാവാകില്ല. അതെ, പൈതൽ ഉണരുന്നതിന് മുമ്പ് നമുക്ക് ജോലിയൊക്കെ തീർക്കാം. പൈതലിൻ്റെ ശബ്ദമെങ്ങാനും വെളിയിൽ കേട്ടാൽ? പൈതലിനെ കരയിക്കാതെ മിരിയാം, നീ അടുത്ത് തന്നെ ഉണ്ടാവണം. എൻ്റെ മനസ്സ് പലപ്പോഴും കൈവിട്ടു പോകുന്നു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മിരിയാം, കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരിക്കും. കരയിക്കരുതേ. അല്പം കൂടെ ഉച്ചത്തിൽ ഗീതം ആലപിക്കൂ. കരച്ചിൽ വെളിയിൽ കേൾക്കരുത്. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കുഞ്ഞിൻ്റെ ശബ്ദം വെളിയിൽ കേൾക്കാമോ ആവോ? രാജകൽപ്പന ധിക്കരിച്ച് എത്ര നാളിങ്ങനെ അറിയില്ല. ഓരോ ദിവസവും എരിയുന്ന തീച്ചുളയിലൂടെ കടക്കുന്ന പോലെയാണ് നാം കഴിച്ചു കൂട്ടുന്നത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. കുഞ്ഞ് ഇസ്രായേലിയരുടെ ആണെന്ന് അറിഞ്ഞാലല്ലേ കുഴപ്പം? നമുക്ക് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് സുരക്ഷിതമായി മറ്റെവിടെയെങ്കിലും ആക്കിയാലോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആലോചിക്കൂ. അന്ന് ക്ഷിപ്ര, പൂവ എന്ന 2 സൂതികർമ്മിണികളിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലയോ? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അപ്പാ, പൈതലിനെ എവിടെയാക്കും? പൈതലിനെ എങ്ങനെ പിരിയും? മിരിയാം, നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. രാജാവോ പട്ടാളക്കാരോ അറിഞ്ഞാൽ? പുറത്തെവിടെയെങ്കിലും പൈതലിനെ സുരക്ഷിതനായി കിടത്തിയാലോ? നമ്മുടെ പൈതലാണെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ? ക്ഷിപ്രയിലൂടെയും പൂവയിലൂടെയും പ്രവർത്തിച്ച യഹോവേ, കൈവിടരുതേ. ഇത്രയും കോമളരൂപനായ പൈതലിനെ കണ്ടാൽ മക്കളില്ലാത്ത ആരെങ്കിലും എടുത്തു വളർത്തിയാലോ? അതെ, മിരിയാം പറഞ്ഞതിലും കാര്യമുണ്ട്.
വഴിയരികിലൊക്കെ വെക്കുന്ന സുരക്ഷിതമാണോ? നമുക്ക് നദീതീരത്ത് വെച്ചാലോ? അത് ശരി തന്നെ. വളർന്നു നിൽക്കുന്ന ഞാങ്ങണ ചെടികൾക്കിടയിൽ കിടത്താം. അതെ, ഉടനെ തന്നെ ഒരു ചെറിയ പെട്ടകമുണ്ടാക്കി അതിൽ കിടത്തി നദീതീരത്ത് വെക്കാം. യഹോവേ, തള്ളിക്കളയരുതേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ചഞ്ചലപ്പെടാതിരിക്കൂ, അവൻ വിശ്വസ്തൻ. പൈതൽ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടാകും. പക്ഷേ നമുക്ക് കുഞ്ഞുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആർക്കും തോന്നരുത്. അതെ, ആരും അറിയാതെ കാര്യങ്ങൾ നീക്കണം. ഞാൻ പോയി വരാം. നിങ്ങൾ പ്രാർത്ഥനയോടിരിപ്പിൻ. ശുഭവാർത്തകൾ മാത്രം കേൾക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. യഹോവേ, യഹോവേ, കുഞ്ഞിനെ കാത്തുകൊള്ളണമേ. കുഞ്ഞുണരുന്നതിന് മുമ്പ് മിരിയാം കുഞ്ഞുമായി പോകൂ. കുമാരി, അല്പം കൂടി നമുക്ക് വേഗത്തിലാകാം. നാം ഇന്ന് ലേശം താമസിച്ചു പോയെന്ന് തോന്നുന്നു. മനോഹരമായൊരു പകൽക്കാലം, ഒരു പുത്തൻ ഉണർവ് തോന്നുന്നു. അതെ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. ഓ, എനിക്കെന്നത്തെയും പോലെ തന്നെ തോന്നുന്നു. നിദ്രാദേവി എന്നെ മാടി വിളിക്കുന്നത് പോലെ. എന്താ മറിയം, തനിക്ക് എപ്പോഴും ഉറങ്ങണമെന്നേ ഉള്ളൂ. ഇന്ന് എന്തോ ഒരു നന്മ കുമാരിയെ കാത്തിരിക്കുന്നതായി എൻ്റെ ഉള്ളം പറയുന്നു. എന്താ തോഴി, പ്രവചനവരം ലഭിച്ചതുപോലെ വെറുതെ ഓരോന്ന് പുലമ്പാതെ. അതെ, വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ. ഇന്ന് ഭക്ഷണത്തിന് എന്താണാവോ? ഓ, ഭക്ഷണവും ഉറക്കവുമല്ലാതെ പലതും ഈ ലോകത്തുണ്ട്, മറക്കണ്ട. അതെ, പക്ഷെ കുമാരി, ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഫലിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? ശരി ശരി, അതാ ആ ചെടികൾക്കിടയിൽ എന്തോ ഒന്ന്. എന്തോ ഭക്ഷണവസ്തു ആയിരിക്കും. മണ്ടത്തരം വിളമ്പാതെ മറിയം. കുമാരി, അത് ചെറിയൊരു പെട്ടകമാണല്ലോ. അതെന്താണെന്ന് നോക്കി വരൂ. കുമാരി, ഒരു പൈതൽ, കോമളരൂപനായ ഒരു പൈതൽ. പൈതലോ? എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഇത്ര ഓമനത്വം തുളുമ്പുന്ന പൈതലിനെ ഉപേക്ഷിച്ചുവോ? അവർ എത്ര നികൃഷ്ടരാണ്. എന്താ കുമാരി? എനിക്ക് ഈ പൈതലിനെ വളർത്തുവാൻ ആഗ്രഹം തോന്നുന്നു. വേണ്ട കുമാരി, രാജാവ് അറിഞ്ഞാൽ ചിലപ്പോൾ കോപിക്കും. വംശവും കുലവും പോലും അറിയില്ല. വേണ്ട കുമാരി. നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാൽ നമുക്ക് ഈ പൈതലിനെ വളർത്താം. ആശങ്കയുണ്ടെങ്കിലും കുമാരിയുടെ ആഗ്രഹത്തിന് ഞങ്ങൾ എതിര് നിൽക്കില്ല. പൈതൽ നന്നേ ചെറുപ്പം, അമ്മയുടെ പാൽ കുടിച്ച് വളരേണ്ട പ്രായം. കൊണ്ടുപോയാൽ നാം എന്ത് ചെയ്യും? അതിന് ആരെയെങ്കിലും വാടകയ്ക്കെടുക്കാം. ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. മിസ്രൈമിന്റെ ശ്രേഷ്ഠ ഭരണാധികാരി ഫറവോ മഹാരാജാവിന്റെ പ്രിയപുത്രിക്ക് പ്രണാമം. ഹായ്, നല്ല ഓമനത്വമുള്ള പൈതൽ. ആരുടെയാ? ആരോ ഉപേക്ഷിച്ചതാണെന്ന് തോന്നുന്നു. പൈതലിന് പാൽ കൊടുത്ത് വളർത്താൻ ആരെങ്കിലും കിട്ടുമോ ആവോ? അല്ലയോ കുമാരി, എനിക്കറിയാവുന്ന ഒരു പാവം പിടിച്ച സ്ത്രീയുണ്ട്. അവരോട് പറഞ്ഞാൽ തീർച്ചയായും അവർ സഹായിക്കും. അതെയോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഹാജരാക്കൂ. കുമാരി ദീർഘായുസായിരിക്കട്ടെ. നമുക്ക് ഈ പൈതലിനൊരു പേര് നൽകേണ്ടേ? പേര് കുമാരി തന്നെ കണ്ടെത്തിയാലും. വെള്ളത്തിൽ നിന്നല്ലേ നമുക്ക് ഇവനെ ലഭിച്ചത്. എങ്കിൽ അങ്ങനെ അർത്ഥം വരുന്ന മോശ എന്ന പേര് നൽകാം. കൊള്ളാം, നല്ല പേര്, മോശ. കുമാരി, ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീ. ഈ പൈതലിനെ ഞാൻ ആവശ്യപ്പെടുന്ന കാലത്തോളം
നിങ്ങൾ സംരക്ഷിച്ച് വളർത്തണം. സമ്മതമാണോ? തീർച്ചയായും, തീർച്ചയായും കുമാരി. പൈതലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിക്കൊള്ളാം.